നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ദളിത് ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായ സണ്ണി എം കപ്പിക്കാട്. സാധ്യതാ പട്ടികയിലുണ്ടെന്ന് അനൌദ്യോഗികമായി അറിഞ്ഞിട്ടുണ്ട്. ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് വൈക്കത്ത് അനുകൂല ഘടകങ്ങളുണ്ടെന്നും നിലപാടുകൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ലെന്നും സണ്ണി എം കപ്പിക്കാട് 24 പറഞ്ഞു. വൈക്കം ഞാൻ ജനിച്ച സ്ഥലമാണ്, വളർന്ന സ്ഥലമാണ്, പരിചിതമായ പ്രദേശമാണ്. അങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രപ്പോസൽ വൈക്കത്ത് നിൽക്കാൻ പറയുന്ന വിധം ഒരു നിർദ്ദേശമൊന്നും വന്നിട്ടില്ല. പൊതു സ്ഥാനാർത്ഥിയാക്കി നിർത്തേണ്ടതുണ്ട്. അങ്ങനെ നിർത്തിയാൽ കൂടുതൽ രാഷ്ട്രീയമായി കൂടുതൽ മുന്നോട്ട് പോകും എന്നീ കാര്യങ്ങളൊക്കെ ഈ ഐക്യജനാധിപത്യ മുന്നണി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, നിലപാട് മാറ്റേണ്ട കാര്യമില്ല. ഞാനതാ പറയുന്നത്. എന്തിനു നിലപാട് മാറ്റണം? കോൺഗ്രസ് തന്നെ നിലപാടുകൾ മാറ്റിയിട്ടാണോ മുന്നണി ഉണ്ടാക്കുന്നത്? കേരള കോൺഗ്രസ് തന്നെ നിലപാട് മാറ്റിയിട്ടാണോ മുന്നണി ഉണ്ടാക്കുക? അല്ലല്ലോ. അപ്പോൾ താരതമ്യേന ഒരു ധാരണയിൽ പോവുക ചെയ്യുന്നത്. ഇത് എനിക്ക് മാത്രം എന്തോ അധിക ബാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഞാൻ പഴയ നിലപാടെല്ലാം കൈയൊഴിയുന്നു, UDFിൻ്റെ നിലപാട് ഏറ്റെടുക്കും. അങ്ങനെയല്ലത്. എനിക്കെൻ്റെ ഒരു നിലപാടും മാറ്റിവെക്കേണ്ടതില്ല. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സണ്ണി എം കപ്പിക്കാട്. എന്നാൽ അതിനപ്പുറത്തേക്ക് സജീവ സ്ഥാനാർത്ഥി ചർച്ചയിലുണ്ട് എന്ന് അനൌദ്യോഗികമായി തന്നെ പല നേതാക്കളും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സണ്ണി എം കപ്പിക്കാട് വ്യക്തമാക്കുന്നു. അതായത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത വൈക്കം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ്, സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. എന്തായാലും ആ സാധ്യതാ ചർച്ചകളിൽ തന്റെ പേരുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം സണ്ണി എം കപ്പിക്കാട് നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സജീവ ചർച്ചയിലായിരുന്നു. വൈക്കത്ത് പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞ മുൻ തവണകളിലൊന്നും UDFിനോ കോൺഗ്രസിനോ സാധിച്ചിരുന്നില്ല. പക്ഷേ സണ്ണി എം കപ്പിക്കാടിനെ പോലെ ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സാധ്യതാ പട്ടികയിൽ പ്രധാന പേരുകാരനായി ചർച്ചകളിൽ ഉണ്ട് എന്നുള്ള വിവരം നമുക്കും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് സണ്ണി എം കപ്പിക്കാട് നമ്മളോട് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ തന്റെ പേരുണ്ടെന്നുള്ള വിവരം അനൌദ്യോഗികമായി പലരും തന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. എന്തായാലും ഈ ചർച്ചകൾ സജീവമാണ്. വൈക്കത്ത് ജനിച്ചു വളർന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സ്വാധീനം തനിക്ക് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം പറയുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അതിന് ലഭിക്കുന്ന സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ വൃത്തങ്ങൾക്ക്, കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ UDF നേതാക്കൾക്കുമൊക്കെ ഉള്ളത്. ഇനി എന്നാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പടക്കം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും സ്ഥാനാർത്ഥിയാകാനില്ല എന്നുള്ള കാര്യത്തിലൊന്നും അദ്ദേഹം ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. പക്ഷേ തന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നുണ്ട് എന്നുള്ള വിഷയം തന്നെയാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.